സ്വാഗതം. പെട്രോൾ വില വർധനവിൽ പ്രതിഷേധിച്ച് മൃഗങ്ങൾ നടത്തിയ ഹർത്താൽ അക്രമാസക്തം. പലയിടത്തും പമ്പുകൾക്ക് നേരെയും വാഹനങ്ങളിൽ സഞ്ചരിച്ചവർക്ക് നേരെയും ആക്രമണം. കൂർത്ത കൊമ്പുകൾ കൊണ്ട് നിരവധി വാഹനങ്ങൾ ആക്രമികൾ കുത്തി തകർത്തു. മൃഗങ്ങൾ നാടിനാപത്തെന്ന് മന്ത്രി. മനുഷ്യർക്കില്ലാത്ത വേവലാതി മൃഗങ്ങൾക്കെന്തിനെന്നും മന്ത്രി. മൃഗങ്ങൾ മനുഷ്യരെ പോലെ ആകരുതെന്നും തല്ലി തകർക്കുന്നത് മനുഷ്യരുടെ രീതിയാണെന്നും കാട്ടുമൂപ്പൻ. വിശദമായ വാർത്തകളിലേക്ക്. പെട്രോൾ വില വർധനവിൽ പ്രതിഷേധിച്ച് മൃഗങ്ങൾ നടത്തിയ ഹർത്താലിൽ വ്യാപക ആക്രമണം. പമ്പു ജീവനക്കാരെ ആക്രമിച്ച് കാട്ടുപന്നി. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ ലേഖകൻ സാബു ചേരുന്നു. സാബു, എന്താണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് വിശദമാക്കാമോ? നിമിഷ, രാവിലെ 6 മണി മുതൽ തന്നെ ഈ പന്നി പെട്രോൾ പമ്പിന് മുമ്പിൽ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് പെട്രോൾ അടിക്കാൻ വരുന്നവരെ ഭയപ്പെടുത്തി ഇത് പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇതിനെ ഓടിച്ചു വിടാനുള്ള പമ്പ് ജീവനക്കാരുടെ ശ്രമം വലിയൊരു ആക്രമണത്തിലാണ് കലാശിച്ചത്. 15ഓളം വരുന്ന പമ്പ് ജീവനക്കാരെ ഇത് തലങ്ങും വിലങ്ങും ആക്രമിക്കുകയായിരുന്നു. പമ്പിലെ ഉപകരണങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ വരുത്തിക്കൊണ്ടാണ് ഈ ജീവി കാട്ടിലേക്ക് പിന്നീട് ഓടി മറഞ്ഞത്. സാബു, ഇങ്ങനെ ഒരു ആക്രമണത്തിന് ഇതിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമോ? നിമിഷ, 2 കാരണങ്ങളെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ കാട്ടുപന്നി സ്ഥിരം വിളകൾ നശിപ്പിക്കുന്ന കൃഷിസ്ഥലത്തിന്റെ ഉടമസ്ഥൻ രാജു പെട്രോൾ അടിക്കുവാനായി വൻ തുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. അതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ അദ്ദേഹം നാടുവിട്ടു. ഇതിൽ ഈ പന്നി വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു. മറ്റൊരു സാധ്യത കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതായത് ഇന്ധനവില നിയന്ത്രണമില്ലാതെ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ മനുഷ്യൻ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഉപേക്ഷിക്കുമെന്നും വീണ്ടും ഗതാഗതത്തിനും മറ്റാവശ്യങ്ങൾക്കും മൃഗങ്ങളെ തന്നെ ഉപയോഗിക്കുമെന്നുള്ള തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. ഇതിലും പന്നി വളരെയധികം അസ്വസ്ഥനായിരുന്നു. മൃഗങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്ന ഈ കാരണവും പന്നിയുടെ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിമിഷ, നമുക്ക് മടങ്ങി വരാം. രാജസ്ഥാനിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ സ്മൃതി നമ്മോടൊപ്പം ചേരുന്നു. സ്മൃതി, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു പശു ഇടയ്ക്കിടെ പെട്രോൾ പമ്പിൽ വന്ന് പെട്രോളിന്റെ വില നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് യാതൊരു പ്രകോപനവുമില്ലാതെ ആ പശു ഒരു ഇരുചക്ര വാഹനത്തിൽ വന്ന കുടുംബത്തിനെ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം പെട്രോൾ പമ്പിലെ മെഷീനുകളും അത് കുത്തിമറിച്ചിട്ടു. താങ്ക് യു നിഷ. നന്ദി സ്മൃതി. ഇനി നമുക്ക് തലപ്പുറത്തേക്ക് പോകാം. പെട്രോൾ പമ്പിനടുത്ത് നിന്ന് സമാധാനപരമായി പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്ന വാർത്തയാണ് നമ്മൾക്കിപ്പോൾ കിട്ടുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആശ, കേൾക്കുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിമിഷ, എന്താണ് സംഭവിച്ചതെന്ന് ഇവരോട് തന്നെ ചോദിക്കാം. പറയൂ, നിങ്ങൾ പറയൂ, എന്താണ് സംഭവിച്ചത്? രാവിലെ മുതൽ വളരെ സമാധാനപരമായി ഞങ്ങൾ ഈ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ നിന്ന് സമരം ചെയ്യായിരുന്നു. അപ്പോഴാണ് ഇലകൾ തിന്ന് സമരം ചെയ്യണം ഞങ്ങളോട് പോലീസുകാർ പറഞ്ഞത്. ഇങ്ങനെ നിന്ന് സമരം ചെയ്യണതിനാ ആ ജീപ്പിൻ്റെ അകത്തോട്ട് കയറി ഇരുന്ന് സമരം ചെയ്തോളാൻ. ആരുടെ വാക്ക് വിശ്വസിച്ച് നമ്മൾ ആ ജീപ്പിൻ്റെ അകത്തോട്ട് കയറിയിരുന്നു. അപ്പം തന്നെ അവർ ആ വാതിലടച്ച്. എന്നിട്ട് പറയണം, പകയന്മാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തെന്ന്. ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്നിട്ട് പിന്നെയും പറയണം, നിങ്ങളുടെ മുകളിൽ കോയാപ്പിയെ ചുമത്തിയും. പെട്രോൾ പമ്പ് അടിച്ചു ചേർത്ത പശുവിനെതിരെ കേസില്ല, പെട്രോൾ പമ്പ് അടിച്ചു ചേർത്ത പന്നിക്കെതിരെ ഒരു കേസുമില്ല. നിങ്ങൾ മനുഷ്യന്മാർ ചില മനുഷ്യന്മാരോട് ചെയ്യുന്ന പോലെ ഞങ്ങൾ മൃഗങ്ങളോട് നിങ്ങൾ ചെയ്യരുത്. ഇന്നീ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ആനച്ചേട്ടനാണ്. സാർ, നാട്ടിൽ പെട്രോളിൻ്റെ വില വർദ്ധിച്ചത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? നിമിഷ, പുതിയ പുതിയ വാഹനങ്ങളുടെ പരസ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും. ഈ വണ്ടി തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഇതിന് വരുന്ന പരസ്യം എന്താണ്? ഇതിന് ഡീസൽ അടിക്കേണ്ട, പെട്രോൾ അടിക്കേണ്ട, ഇതിന് ഇൻഷുറൻസ് വേണ്ട, ഇതിന് ടാക്സ് അടയ്ക്കേണ്ട. ലാഭം തന്നെയാ. തിരി തേങ്ങാ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ ഈ ബുൾജെറ്റ് കാർ ചറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ഇതുപോലെയുള്ള മനം മയക്കുന്ന പരസ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ മേക്ക് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഇത്തരം വാഹനങ്ങളിലേക്ക് മാറുമെന്ന് മൃഗങ്ങൾക്ക് അതിയായ ആശങ്കയുണ്ട്. താങ്കളിലേക്ക് ഉടനെ തിരിച്ചു വരാം. ഹർത്താലിൻ്റെ മറവിൽ വിവിധ സ്ഥലങ്ങളിൽ മൃഗങ്ങൾ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹർത്താൽ അനുകൂലികളായ 2 കാട്ടുപോത്തുകൾ പോലീസിനെ കണ്ട് വിരണ്ടോടി. ഹർത്താലിൻ്റെ മറവിൽ സർക്കസ് ഉടമയെ ആക്രമിച്ചു. സർക്കസിൽ പണ്ട് ജോലി ചെയ്തിരുന്ന ആനയാണ് സർക്കസ് ഉടമയെ ആക്രമിച്ചത്. ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ആനയ്ക്കെതിരെ കേസെടുത്തു. തിരിച്ചു വരാം. ആനച്ചേട്ടാ, നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞങ്ങളുടെ ഇടയിലും ചില താപ്പാനകളുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഈ നാടത്തം അവസാനിപ്പിച്ചേ പറ്റൂ. നാടത്തമോ? അതെ, നാട്ടിൽ നടക്കുന്ന ആക്രമണങ്ങളെ കാടത്തമെന്ന് വിളിക്കാമെങ്കിൽ കാട്ടിൽ നടക്കുന്ന ആക്രമണങ്ങളെ നാടത്തമെന്നും വിളിക്കാം.
അക്രമം ആര് ചെയ്താലും അതിനെ അപലപിക്കണം. നന്ദി മിസ്റ്റർ ആനച്ചേട്ടാ. അപ്പോൾ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.